മാഹി ചാലക്കര ദേശപ്പെരുമയുടെ ഭാഗമായി ചാലക്കര PM ശ്രീ ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂളിൽ സൗജന്യ നേത്ര തിമിര പരിശോധന ക്യാമ്പ് നടത്തി. കോഴിക്കോട് ഡോക്ടർ ചന്ദ്രകാന്ത നേത്രാലയയുടെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പ് പ്രമുഖ നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ ചന്ദ്രകാന്ത ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഭാസ്കരൻ കാരായി മുഖ്യാതിഥിയായിരുന്നു. KP വത്സൻ അധ്യക്ഷത വഹിച്ചു. പയറ്റ് അരവിന്ദൻ, K മോഹനൻ, ചാലക്കര പുതുഷു, ആനന്ദകുമാർ പറമ്പത്ത്, കുന്നുമൽ ചിത്രൻ എന്നിവർ സംസാരിച്ചു. കുറഞ്ഞ നിരക്കിൽ ഗുണമേന്മയുള്ള കണ്ണടകൾ വിതരണം ചെയ്യുകയും ശസ്ത്രക്രിയ വേണ്ടവർക്ക് കോഴിക്കോട് ചന്ദ്രകാന്ത ഹോസ്പിറ്റലിൽ വെച്ച് സൗജന്യമായി ചെയ്തു കൊടുക്കാൻ സംവിധാനം ഏർപ്പെടുത്തുകയും വാഹന സൗകര്യമടക്കം ഒരുക്കുകയും ചെയ്തിരുന്നു. 100-ലേറെ പേർ ക്യാമ്പിൽ സംബന്ധിച്ചു. ഇവിടെ ചാലക്കര ദേശപ്പെരുമയുടെ ഭാഗമായിട്ട് നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കതിലെ ഭാരവാഹികളോട് ചോദിക്കാം. ഇവിടെ ഇവർ സൂചിപ്പിച്ചതുപോലെ എനിക്ക് മുൻപ് സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ സ്കൂൾ പറയുന്നത് നമ്മുടെ ഫ്രഞ്ച് ആധിപത്യത്തിനെതിരായിട്ട് പോരാടിയ ധീര രക്തസാക്ഷിത്വം വരിച്ച ഉസ്മാൻ മാസ്റ്ററുടെ പേര് കൊണ്ട് ധന്യമായ ഈ വിദ്യാലയ അങ്കണത്തിൽ നിരവധി പരിപാടികളൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചാലക്കര ദേശം എന്ന് പറയുന്ന ആ വലിയ സംഘടന ഈ പ്രദേശത്തുള്ള എല്ലാവരുടെയും ഒരു ഒത്തൊരുമയാണ്. ആ ഒത്തൊരുമക്ക് ഒരു സംഘടന വേണമെന്നുള്ള ജനങ്ങളുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടുള്ളത്. ആ സംഘടനയുടെ ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കും, ചെറിയ കാലയളവിനുള്ളിൽ ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കും, ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നടക്കം അത് ഹൃദയത്തിൽ ഏറ്റിരിക്കുന്നു എന്നതാണ് അതിൻ്റെ വസ്തുത. അതുകൊണ്ട് തന്നെയാണ് ഈ സംഘടന ഏത് ജനങ്ങളെയും സമീപിക്കുന്ന സമയത്തു തന്നെ കൈയഴിച്ച് സംഭാവനകൾ കൊടുത്തിട്ട് ഇവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാരണം അത്രമാത്രം കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ തന്നെ അതീതമായി നിന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ ആരുടെയും മുഖം പ്രത്യേകം കാണാതെ കണ്ട് എല്ലാവരുടെയും ഒരേപോലെ കണ്ടുകൊണ്ട് തന്നെ പരിപാടികൾ നടത്തി മുന്നോട്ട് പോവുക. അപ്പം പറഞ്ഞതുപോലെ തന്നെ വരുന്ന 2026 ജനുവരി 1-ാം തീയതി ജനുവരി 10-11 തീയതികളിൽ വലിയ പരിപാടിയാണ് ചാലക്കരയിൽ നടത്തുന്നത്. നമ്മുടെ സ്റ്റേജിൽ വെച്ചിട്ട് വലിയ പരിപാടികൾ. ചാലക്കര ദേശം അതിൻ്റെ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് ചാലക്കര പെരുമ ഇന്ന് ഈ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച കോഴിക്കോട് ഡോക്ടർ ചന്ദ്രകാന്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം, മെഡിക്കൽ സംഘമാണ് ഇന്ന് ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം അത് ഉച്ചയോടുകൂടി പൂർത്തിയാക്കി കഴിഞ്ഞു. ഇത് ചാലക്കര ദേശത്തിൻ്റെ ഒരു വലിയൊരു ഉത്സവത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതിൻ്റെ തുടക്കം ഇന്നിവിടെ കുറിച്ച് എന്ന് വേണം പറയാം. ഇനി അങ്ങോട്ടുള്ള ദേശത്തിൻ്റെ പരിപാടികൾ 2, 3, 4 തീയതികളിൽ വോളിബോൾ ടൂർണമെന്റ്, അതിനുശേഷം 10, 11 തീയതികളിൽ മെഗാ പരിപാടിയോടുകൂടിയാണ് ഇതിൻ്റെ അവസാനം. ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നത്. അതിനിടയിൽ ഒരുപാട് ചെറിയ പരിപാടികൾ, ചാലക്കര പ്രദേശത്തുള്ള ജനങ്ങളുടെ പരിപാടികൾ, കുട്ടികളുടെ പരിപാടികൾ, അങ്ങനെ ഒട്ടനവധി പരിപാടികൾ ഈ 10-ാം തീയതി ഇവിടെ നടക്കും. നമ്മൾ ഇപ്പോൾ ഈ സെക്രട്ടറി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞതിന് പുറമെ എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ ചാലക്കര പെരുമ എന്ന് നമ്മൾ കുറച്ചു പേർ നമുക്ക് വേണ്ടപ്പെട്ടതായിട്ടുള്ള നമ്മുടെ നാട്ടിൻ്റെ സാംസ്കാരിക ഉത്സവങ്ങളിൽ നിന്നും മറ്റുമുള്ള പ്രവർത്തിക്കുന്ന അംഗങ്ങളിൽ നിന്ന് സ്വരൂപിച്ച് അതിനൊരു പേര് കണ്ടെത്തിയതാണ് ചാലക്കര പെരുമ എന്നത്. ആ ചാലക്കര പെരുമ എങ്ങനെ നടത്തണമെന്നാണ് പിന്നെ രണ്ടാമത് നമ്മൾ ആലോചിച്ചത്. രണ്ടാമത് അത് ഒരു ഉത്സവമാക്കി മാറ്റണമെന്ന അഭിപ്രായം ഏകാഭിപ്രായമായിരുന്നു. അതിനാണ് നമുക്ക് കുറേ പേർ നമ്മോടൊപ്പം ഉണ്ട് എന്നതുകൊണ്ടാണ് ഈ പരിപാടിയിൽ നമ്മൾ ഇറങ്ങിയത് തന്നെ എന്നുള്ളത് എല്ലാവരെയും ഒന്നുകൂടി അറിയിക്കുകയാണ്. അത്യധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. കാരണം മയ്യഴിയിൽ ചന്ദ്രകാന്ത് നേത്രാലയയുടെ നേതൃത്വത്തിൽ നിരവധി ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിലൊക്കെ വളരെ ഭംഗിയായിട്ടുള്ളൊരു ക്യാമ്പാണ് ഇന്നിവിടെ നടത്തിയിട്ടുള്ളത്. 25ഓളം പേരുടെ കണ്ണുകൾ സൗജന്യമായി ശസ്ത്രക്രിയ ചെയ്ത് കൊടുക്കുവാൻ അദ്ദേഹം സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിന് എല്ലാവരുടെയും പേരുകൾ അദ്ദേഹം കുറിച്ചെടുത്തിട്ടുണ്ട്. ആ സന്തോഷം കൂടി നിങ്ങളെവരെയും ഞാൻ അറിയിക്കുകയാണ്. സർവോപരി എനിക്കുള്ള സന്തോഷം എന്ന് പറയുന്നത്, ഞാൻ ജനിച്ചു വളർന്ന ഈ നാട്ടിൽ
പ്രിയങ്കരനായ ഗാനഗന്ധർവൻ യേശുദാസിനെ 2 പ്രാവശ്യം മാക്കിൽ കൊണ്ടുവരാൻ അവസരം ഉണ്ടാക്കിയത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം വരുന്ന ജനുവരി 10-ാം തീയതിയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം കേക്ക് മുറിയും അന്ന് ഈ പരിപാടിയിൽ വെച്ച് 10-ാം തീയതി നടക്കും.